ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2022 SLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 24 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇൻ റേഡിയസ് ഈസ് 2 സെന്റിമീറ്റേഴ്സ്, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്ററും അതിന്റെ അന്തർവൃത്ത ആരം 2 സെന്റിമീറ്ററുമാണെങ്കിൽ അതിന്റെ പരപ്പളവ് ചതുരശ്ര സെന്റിമീറ്ററിൽ കണ്ടെത്തുക. ഇവിടെ ഒരു ട്രയാങ്കിളും അതിന്റെ ഇൻസർക്കിളും അഥവാ അന്തർവൃത്തത്തിന്റെയും കുറച്ച് ഡീറ്റെയിൽസുകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് 24 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തത്തിന്റെ ആരം, അതായത് ഇൻ റേഡിയസ് എന്നത് 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ്. നമുക്കിവിടെ നാലാമത്തെ പോയിന്റ് അറിയാം. R ഈക്വൽ ടു A ബൈ P ബൈ 2, അതായത് റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ അന്തർവൃത്ത ആരം എന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ത്രികോണത്തിന്റെ പരപ്പളവ് ബൈ പെരിമീറ്റർ ബൈ 2 ആണ്, അഥവാ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? R ഈക്വൽ ടു A ബൈ P ബൈ 2. ഇതിൽ R നമുക്ക് തന്നിട്ടുണ്ട്, P നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ അഥവാ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ മാത്രം ആ സൈഡിൽ നിർത്തി P ബൈ 2 നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. ഇവിടെ എ ഹരിക്കണം P ബൈ 2 ആണ്. അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോൾ P ബൈ 2 എന്താവും? R ഇൻറ്റു P ബൈ 2. അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് R ഇൻറ്റു P ബൈ 2. R എത്രയാണ്? 2 ഇൻറ്റു P എത്രയാണ്? പെരിമീറ്റർ 24 ബൈ 2. രണ്ടും രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ ആൻഡ് മാർക്ക് എ പോയിന്റ് 6 സെന്റിമീറ്റർ away from the center of the circle. Draw tangents to the circle from this point. 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന്റെ മധ്യത്തിൽ നിന്ന് 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. ആദ്യം തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അതിനായി കോമ്പസിൽ 2.5 സെന്റിമീറ്റർ അളന്നതിന് ശേഷം കോമ്പസ് ഉപയോഗിച്ച് നമുക്കൊരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കാം. റേഡിയസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് 6 സെന്റിമീറ്റർ എവേ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സെന്ററിനെ നമുക്ക് O എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? O എന്ന പോയിന്റിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെയായി നമുക്കൊരു പോയിന്റ് ഇടണം. അതിനായി ഓയിൽ നിന്ന് സർക്കിളിന്റെ പുറത്തേക്ക് 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഈ പോയിന്റിനെ നമുക്ക് P എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഓയിൽ നിന്ന് Pയിലേക്കുള്ള ദൂരം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി P എന്ന പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് നമുക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. അതെങ്ങനെയാണ്? ഓയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ പകുതി എത്രയാണ്? 6 സെന്റിമീറ്ററിന്റെ പകുതി അത് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ. അതായത് സ്കെയിലിൽ നമ്മൾ 3 സെന്റിമീറ്റർ അളന്നു കഴിഞ്ഞാൽ ഈ പോയിന്റിലാണ് വരിക. ഈ പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് Pയിലേക്കും ഈ പോയിന്റിൽ നിന്ന് ഓയിലേക്കുമുള്ള ഡിസ്റ്റൻസുകൾ എത്രയാണ്? 3 സെന്റിമീറ്റർ വീതമാണ്. അത് ആരം അഥവാ റേഡിയസ് ആക്കിയെടുത്ത് OP എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾസ് രണ്ടും ടച്ച് ചെയ്യുന്ന ഈ 2 പോയിന്റ്സുകളാണ് Pയിൽ നിന്ന് വരുന്ന ടാൻജൻസ് അഥവാ തൊടുവരകൾ ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സുകൾ. അപ്പൊ Pയിൽ നിന്ന് Aയിലേക്കും Pയിൽ നിന്ന് Bയിലേക്കും നമുക്ക് 2 സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ PA, PB എന്നിവയാണ് ഈ സർക്കിളിലേക്ക് വരുന്ന 2 ടാൻജൻസ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ PA ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ്, AB ഈക്വൽ ടു 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് PC ഇസ് എ ടാൻജന്റ് ടു ദ സർക്കിൾ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. ചിത്രത്തിൽ PA 4 സെന്റിമീറ്റർ, AB 5 സെന്റിമീറ്റർ, PC എന്നത് വൃത്തത്തിലേക്കുള്ള ഒരു തൊടുവരയാണ്. PCയുടെ നീളം കണ്ടെത്തുക. ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു സർക്കിൾ. ഈ സർക്കിളിലേക്ക് വരുന്ന ടാൻജന്റ് ആണ് PC എന്ന് പറയുന്നത്. P എന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് PB. അതിലെ AB എന്നത് ഈ സർക്കിളിൽ ഒരു കോഡാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഇതുപോലെ തന്നെ PB എന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, AB എന്നത് അതിന്റെ ഒരു കോഡാണ്, PC എന്നത് P എന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരുന്ന ടാൻജന്റ് അഥവാ തൊടുവരയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ PA എന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. PB എത്രയാണ്? Pയിൽ നിന്ന് Aയിലേക്കുള്ള ദൂരം 4ഉം Aയിൽ നിന്ന് Bയിലേക്കുള്ള ദൂരം 5ഉമാണ്. അങ്ങനെയാണെങ്കിൽ Pയിൽ നിന്ന് Bയിലേക്കുള്ള ദൂരം എത്രയാണ്? 4ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9 ഈക്വൽ ടു PC സ്ക്വയർ. PC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 × 9 എത്രയാണ്? 36 സെന്റിമീറ്റർ ആണ്. ഈക്വൽ ടു PC സ്ക്വയർ. Therefore
പി സി ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ റൂട്ട് 36. 36ന്റെ റൂട്ട് എത്രയാണ്? 6 സെന്റിമീറ്റർ. ദർഫോർ ദ ലെങ്ത് ഓഫ് പി സി അഥവാ പി സിയുടെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. നാലാമത്തെ ചോദ്യം. The two tangents AC and BC of the circle with center O meets at C. What is the measure of angle OAC? If angle AOB equal to 110 degree, find the measures of angle ACB. O കേന്ദ്രമുള്ള വൃത്തത്തിന്റെ AC, BC എന്നീ രണ്ട് തൊടുവരകൾ സിയിൽ കൂടിച്ചേരുന്നു. ആംഗിൾ OACയുടെ അളവ് എന്താണ്? ആംഗിൾ AOB 110 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ACBയുടെ അളവ് കണ്ടെത്തുക. ആദ്യത്തെ ചോദ്യം എന്താണ്? OAC എന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഇവിടെ OA എന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. AC എന്നത് ഈ സർക്കിളിന്റെ ടാൻജന്റ് അഥവാ തൊടുവരയാണ്. ഈ പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് ആണ് ഒരു സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും അഥവാ ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ എന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെ വരുമ്പോൾ ആംഗിൾ OAC എന്ത് വരും? 90 ഡിഗ്രി. അടുത്ത ചോദ്യം. ഇഫ് ആംഗിൾ AOB ഈക്വൽ ടു 110 ഡിഗ്രി, AOB എന്നത് 110 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇവിടെ സി എന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളാണ് CA, CB എന്നിവ. AB എന്ന പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ വരുന്ന കോണാണ് ആംഗിൾ AOB. ഇത് X ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 180 മൈനസ് X ഡിഗ്രി ആണെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ X ഡിഗ്രി എന്നത് എത്രയാണ്? 110 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ACB ആണ്. അതെത്രയാണ്? 180 മൈനസ് X ഡിഗ്രിയാണ്. അതായത് 180 മൈനസ് 110 ഡിഗ്രി എത്രയാണ്? 70 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റേഴ്സ്. Draw a triangle with angles 50 degree, 60 degree and 70 degree and all its sides are tangents to this circle. 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി കോണുകളുള്ള ഒരു ത്രികോണം വരയ്ക്കുക. അതിന്റെ എല്ലാ വശങ്ങളും ഈ വൃത്തത്തിന്റെ തൊടുവരകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കണം. ഇവിടെ നമ്മളോട് ട്രയാങ്കിളും സർക്കിളും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് തരത്തിൽ നമുക്കത് വരയ്ക്കാം. ഒന്ന്, ട്രയാങ്കിൾ പുറത്തും സർക്കിൾ അകത്തുമായിട്ട് വരയ്ക്കാം. രണ്ടാമതായിട്ട് സർക്കിൾ പുറത്തും ട്രയാങ്കിൾ അകത്തുമായിട്ടും വരയ്ക്കാം. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പിക്ചർ വരയ്ക്കാം. ഇതിൽ ഏത് ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ഫിഗറിൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഫിഗറിലോ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് അഥവാ മൂലകളാണ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സൈഡ്സ് ആർ ടാൻജൻസ് ടു ദി സർക്കിൾ. ട്രയാങ്കിളിന്റെ സൈഡ്സുകൾ ഈ സർക്കിളിന് ടാൻജൻസ് അഥവാ തൊടുവരകളാണ്. അതായത് സർക്കിൾ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ ത്രികോണത്തിന്റെ സൈഡുകൾ അഥവാ വശങ്ങളെയാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ് ഫിഗർ? ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ, അതിന്റെ ഉള്ളിലായിട്ട് ഒരു ഇൻ സർക്കിൾ അഥവാ ഒരു അന്തർവൃത്തം. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. ഇനി ട്രയാങ്കിൾസിന്റെ ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ഇതാണ് 3 കോണുകൾ. ഇനി നമുക്ക് ആദ്യം തന്നെ സർക്കിൾ ട്രയാങ്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ഇവിടെ ABC എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ A എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് ഇവ രണ്ടും. ആ ടാൻജൻസ് വൃത്തത്തിൽ തൊടുന്ന പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. നമ്മൾ പഠിച്ചു കേന്ദ്ര കോൺ X ഡിഗ്രി ആണെങ്കിൽ ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് X ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് 180 മൈനസ് X ഡിഗ്രി 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രകോൺ എന്തായിരിക്കും? അതായത് X ഡിഗ്രി എന്തായിരിക്കും? 180 നിന്നും 50 പോയാൽ 130 ഡിഗ്രി. അതായത് ഈ ആംഗിൾ എത്ര വരും? 130 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെ 180 നിന്നും 60 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രി. ഇനി മൂന്നാമതായി 180 നിന്നും 70 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്രയാണ്? 110 ഡിഗ്രി. ഇനി ഈ ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. റഫ് ഫിഗറിലെ ഈ ലൈൻ ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി ആ ലൈനിൽ നിന്നും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 130 ഡിഗ്രി അളന്നതിന് ശേഷം വീണ്ടും ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ നമുക്ക് ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 130 ഡിഗ്രി അളന്നതിന് ശേഷം അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം.
ഈ ആംഗിൾ 130 ഡിഗ്രി. ഇനി ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 120 ഡിഗ്രി അളന്നതിന് ശേഷം അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ ആംഗിൾ 120 ഡിഗ്രി, ഈ ആംഗിൾ 110 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ 3 ലൈനുകൾക്കും പെർപെൻഡിക്കുലറായി അഥവാ ലംബമായി നമുക്ക് 3 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. അതായത് ഈ ലൈനിന് 90 ഡിഗ്രി ആംഗിളിൽ ഇങ്ങോട്ടും, അതുപോലെ തന്നെ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈനും, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈനും, ഈ 3 ലൈനും കൂട്ടിമുട്ടി അവയൊരു ട്രയാങ്കിൾ അഥവാ ത്രികോണ രൂപത്തിലാവും. ഇനി അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ഈ ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2023 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്